നമസ്കാരം. ബംഗ്ലാദേശും ഭാരതവും അതീവ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു നാടകം അല്ലെങ്കിൽ ഒരു അധികാര കൈമാറ്റ സംഭവം അതിപ്പോൾ ഇതാ വെളിയിൽ വന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിൻ്റെ പട്ടാള ജനറൽ, അദ്ദേഹം വളരെ വിവാദ നായകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു. ഫഖർ ഉസ് സമൻ അദ്ദേഹമാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഖാലിദ സിയയെ പ്രക്ഷോഭകാരികളിൽ നിന്നും രാജ്യരാമാനം രക്ഷിച്ച് ഇന്ത്യയിൽ എത്തിക്കാൻ സൈനിക ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് കൊടുത്തയാളാണ്. അപ്പം അദ്ദേഹം ഒരു ബന്ധു കൂടിയാണ്. ഷെയ്ഖ് ഹസീനയുടെ, ബംഗബന്ധു മുജിബുർ റഹ്മാൻ്റെ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ ഒരു ബന്ധു കൂടിയാണ് ഈ പറയുന്ന ഫഖർ ഉസ് സമൻ എന്ന ആർമി ജനറൽ. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി ബംഗ്ലാദേശിനുള്ളിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ നീക്കങ്ങൾ ISIയുടെ അറിവോടുകൂടിയാണ്. പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ്, ആ സംഘടനയുടെ മേധാവി അസിം മാലിക് അദ്ദേഹം കഴിഞ്ഞ മാസം ബംഗ്ലാദേശ് സന്ദർശിച്ചു. ബംഗ്ലാദേശിലെ മിലിറ്ററി മറ്റ് ജനറൽമാരുമായി അല്ലെങ്കിൽ ലെഫ്റ്റനൻറ്റ് ജനറൽമാരുമായി 5 പേരുണ്ട്. അവരിൽ ചിലരുമായെങ്കിലും സംഭാഷണം നടത്തി. അങ്ങനെ രഹസ്യമായി എങ്ങനെയെങ്കിലും ആർമി ജനറലിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞു. ഇതേക്കുറിച്ച് ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് പ്രത്യേകമായ അറിവ് ലഭിച്ചു. ആ അറിവ് പെട്ടെന്ന് തന്നെ ഇന്ത്യ അമേരിക്ക കൈമാറുന്നു. യൂറോപ്യൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ നേറ്റോ പങ്കാളികൾക്ക് അമേരിക്ക കൈമാറുന്നു. അങ്ങനെ ഇതൊരു വളരെ രഹസ്യമായി നടത്തിയ ആ സന്ദർശനം വളരെയധികം താല്പര്യമുണർത്തി ഇന്ത്യയുടെ. കാരണം ഇന്ത്യയുടെ സെക്യൂരിറ്റി സ്കീം ഓഫ് തിങ്സിൽ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ നേതൃത്വം, മുഹമ്മദ് യൂനിസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായും ബംഗ്ലാദേശിലെ തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കൈവശമാണ്. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ മറ്റ് റാഡിക്കൽ ഔട്ട്ഫിറ്റുകളുമാണ് ആ ഭരണകൂടത്തെ നയിക്കുന്നത്. സ്റ്റുഡൻസ് അസോസിയേഷനിലൊക്കെ വലിയ തോതിലാണ് ഇൻഫിൽട്രേഷൻ നടന്നത്. അത് പാകിസ്ഥാൻ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തെ നള്ളിഫൈ ചെയ്യാൻ പൊതുവെ ന്യൂട്രൽ റോൾ വഹിക്കുന്ന സൈനിക തലവൻ അവർ ഉണ്ടാകേണ്ടത് ഇന്ത്യയുടെയും കൂടെ ആവശ്യമാണ്. ഒരു പുരോഗമനവാദിയാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു വിദേശ സന്ദർശനം നടത്തി. അതിനു മുൻപ് അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രസ്താവനയുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ, ബംഗ്ലാദേശിലെ കാര്യങ്ങൾ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു, ഭരണകൂടം കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വലിയ തോതിലുള്ള വംശഹത്യ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ആർമി ചീഫ് എന്നുള്ള നിലയിൽ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തെ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മുൻപിൽ കൂടുതൽ തന്നെ അനഭിമതനാക്കി. അപ്പം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്നുകിൽ സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കരമാണ്, അല്ലെങ്കിൽ റിബൽ ആർമിയുടെ ഒരു നേതാവാണ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസുർ റഹ്മാൻ. മുഹമ്മദ് ഫൈസുർ റഹ്മാനാണ് ISIയുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. അല്ലെങ്കിൽ മുഹമ്മദ് യൂനിസിന്, ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരി മുഹമ്മദ് യൂനിസിന് അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹത്തിന് പ്രിയങ്കരനായ ആളുമാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്കും സ്വീകാരനായ ആൾ മിസ്റ്റർ റഹ്മാനാണ്. അപ്പോൾ മുഹമ്മദ് ഫൈസുർ റഹ്മാൻ 5 ലെഫ്റ്റനൻറ്റ് ജനറൽമാരിൽ ഒരാൾ മാത്രമാണ്. പക്ഷേ അദ്ദേഹം മറ്റാളുകളെ ലോബി ചെയ്യുകയാണ്. ആ ഒരു ആളെ സൈനിക തലവനാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ അധികാരഭ്രഷ്ടനാക്കാം എന്നതിൻ്റെ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് തന്ത്രപരമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, നമുക്കറിയാം ആഫ്രിക്കയുടെ മധ്യത്തിലുള്ളൊരു രാജ്യമാണ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്. പഴയ ബെൽജിയൻ കോങ്കോ ഒക്കെ ആ പ്രദേശമാണ്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ UN സമാധാന സേനയിലെ ബംഗ്ലാദേശ് സൈനികരുമായി സംസാരിക്കാനായി അദ്ദേഹം അങ്ങോട്ട് പോയി. അത് പൊതുവെ നിർദോഷമെന്ന് തോന്നാവുന്ന ഒരു വിസിറ്റാണ്. പക്ഷേ അത് പ്ലോട്ട് ചെയ്ത് അതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെന്ന് പറഞ്ഞ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും കരങ്ങൾ അതിന് പിന്നിലുണ്ട്. അവിടെ വെച്ച് ഈ UN ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രത്യേക ദൂതനുമായി ഇദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ കറക്റ്റായി അലേർട്ട് ചെയ്തു. താങ്കൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് CIAയുടെയും മൊസാദിൻ്റെയും അതുപോലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെയും എല്ലാം തന്നെ നിഗമനങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അദ്ദേഹത്തിന് കർശനമായ നിർദ്ദേശം നൽകി, താങ്കൾ ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞാൽ, അത് മാർച്ച് മാസം 6-ാം തീയതിയാണ്, കഴിഞ്ഞ ആഴ്ചയാണ്,
എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ താങ്കൾ അറസ്റ്റിലാകും. അതുകൊണ്ട് താങ്കൾ വിമാനത്താവളം മാറി വേണം ഇറങ്ങാൻ. അപ്പോൾ ധാക്കയിൽ ലാൻഡ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം മറ്റൊരിടത്താണ്, ധാക്കയ്ക്ക് സമീപമുള്ള മറ്റൊരു എയർഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ തന്നോട് കൂറ് പുലർത്തുന്ന സൈനിക വിഭാഗങ്ങളുണ്ട്. ഈ കൂറ് പുലർത്തുന്ന സൈനിക വിഭാഗങ്ങളുടെ ഇടയിലേക്കാണ് അദ്ദേഹം പറന്നിറങ്ങുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം മറ്റ് വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും എല്ലാവരെയും കോൺഫിഡൻസിലെടുക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള, വന്നിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ബംഗ്ലാദേശ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റ് സൈനികരുടെ പദ്ധതി, ഫൈസുർ റഹ്മാൻ്റെ ഉൾപ്പെടെ പദ്ധതികളെ അട്ടിമറിച്ചു. അങ്ങനെ താൽക്കാലികമായി ഒരു അട്ടിമറി ബംഗ്ലാദേശിൽ ഒഴിവായിരിക്കുന്നു. ആ അട്ടിമറി സാധിച്ചിരുന്നു എങ്കിൽ പൂർണ്ണമായി ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാഷ്ട്രം, കാരണം സൈന്യത്തിൻ്റെ പൂർണ്ണമായ പിൻബലവും അതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥയും അതുപോലെ ചൈനയുടെ സപ്പോർട്ടും എല്ലാം കൂടി വരുമ്പോൾ, പാകിസ്ഥാൻ്റെ പൂർണ്ണമായ കലവറയില്ലാത്ത പിന്തുണയും കൂടി വരുമ്പോൾ പാകിസ്ഥാൻ ഇവിടെ തന്നെ ഡീസ്റ്റെബിലൈസ്ഡ് ആവുകയാണ്. ബലൂചിസ്ഥാൻ വിഷയമുണ്ട്, അവിടെ ഇന്ത്യയാണ് അതിന് പിന്നിൽ എന്ന് പാകിസ്ഥാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുമ്പോൾ അതിന് ബദലായി ഭാരതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ ഭാരത വിരുദ്ധരായ ബംഗ്ലാദേശ് വിഭാഗങ്ങളെ പൂർണ്ണമായും ഒരുക്കിക്കൊണ്ട് ബംഗ്ലാദേശിനെ പൂർണ്ണമായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടെ ദുർബലപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ പദ്ധതിയാണ് പൊളിഞ്ഞ് പാളീസായി പോയിരിക്കുന്നത്. ആ ഒരു വിവരം ഇന്ത്യ ഔപചാരികമായി കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കാര്യം നടന്നതായി ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. പാകിസ്ഥാൻ്റെ ഭാഗത്ത് കമാൻഡ് രക്ഷ വേണ്ടിയിട്ടില്ല, ബംഗ്ലാദേശ് അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല. പക്ഷേ ഈ വിവരങ്ങൾ ആഗോള മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ വരികയും ഇന്ത്യയിൽ പൂർണ്ണമായി ഇത് തമസ്കരിക്കപ്പെട്ടു. കാരണം അങ്ങനെ ഒരു കാര്യത്തിൽ ഇന്ത്യ ഇടപെട്ടു എന്നോ ഇന്ത്യയുടെ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായോ എന്നോ പൊതുജനം അറിയേണ്ട കാര്യമില്ല. രഹസ്യമായി ഇനിയും ഒരുപക്ഷെ ഓപ്പറേഷൻസ് നടത്തേണ്ടതുണ്ട്. ബംഗ്ലാദേശിലെ ഭരണകൂടം മുഹമ്മദ് യൂനുസ് മുന്നോട്ട് പോയാൽ ഇന്ത്യക്കത് അത്ര ഗുണകരമാവില്ല എന്ന പൊതുവെ ഒരു നിഗമനമാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഭാഗത്ത് ഇനിയും ജാഗ്രതാപൂർവമായ നടപടികൾ, രഹസ്യമായ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യത്തിന് ട്രംപിനെ ഭാരതത്തിന് ആവശ്യമുണ്ട് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിൻ്റെയും ഒക്കെ അഭിപ്രായം. അതുകൊണ്ട് ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇപ്പോൾ സൈനിക ബന്ധം മാത്രമല്ല, മറിച്ച് ഇതുപോലെയുള്ള ഇന്ത്യക്കെതിരെ വരുന്ന പല ശക്തികളെക്കുറിച്ചും ഉള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിയും. തൻ്റെ മുൻഗാമിയായ ജോ ബൈഡൻ്റെ ശ്രമഫലം കൂടിയായിരുന്നല്ലോ ബംഗ്ലാദേശിലെ ഭരണമാറ്റം. അത് ട്രംപിനെ ഒട്ടും ഇഷ്ടപ്പെട്ട ലക്ഷണമില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയിലെ ഇപ്പോഴത്തെ ഒരു തിങ്ക് ടാങ്ക് അതിന് പിന്നിലാണ്. അതിനനുരൂപമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ അവിടെ ഇന്ത്യ അനുകൂലമെന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഇന്ത്യ എതിർക്കാത്ത ഒരു പട്ടാള തലവൻ ഉണ്ടാവണം എന്നതിൻ്റെ ഒരാവശ്യകതയാണ്. ഒരു ഘട്ടത്തിൽ സിവിലിയൻ ഗവൺമെൻറ് മാറി ഒരു പട്ടാള ഭരണം ഇന്ത്യയുടെ കൂടെ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ സാധ്യതയോടുകൂടി സഹായത്തോടുകൂടി വരികയാണെങ്കിൽ അതിൻ്റെ തലപ്പത്ത് ഇന്ത്യക്ക് കൂടി അഭിമതനായ ഒരാൾ വേണം എന്നതുകൊണ്ടാകണം ഒരു പക്ഷേ വഖർ ഉൽ സമാൻ അവിടെ നിലനിർത്തപ്പെടുന്നത്.